പലപ്പോഴും നമ്മുടെ ഈ പാരന്റ്സ് എപ്പോഴും പറയുന്നൊരു പ്രശ്നമുണ്ട്. അതായത് മക്കൾക്ക് ഭയങ്കര ക്ഷീണമാണ് എപ്പോഴും. എന്താണ് പറയുക, സ്കൂളിൽ ഉറക്കം തൂങ്ങിയിരിക്കുന്നു. അത് ടീച്ചേഴ്സ് വന്ന് പാരന്റ്സിനോട് പറയും. പാരന്റ്സ് എന്താണ് ഇവരുടെ പ്രശ്നം, പരീക്ഷയിൽ മാർക്ക് കുറവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കാം ഇതിന് പിന്നിൽ എന്ന് പരിശോധിക്കുകയാണ് ഡോക്ടർ സൗമ്യ സരിൻ. അതിന് ഉറക്കവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്കൊന്ന് കേട്ടു നോക്കാം. പലപ്പോഴും 1ാം ക്ലാസ് മുതൽക്ക് തന്നെ ഞങ്ങൾ കാണാറുണ്ട്, രാവിലെ തുടങ്ങുന്നത് തന്നെ അതിരാവിലെയുള്ള ട്യൂഷനാണ്. അത് കഴിഞ്ഞ് കുട്ടി സ്കൂളിലേക്ക് പോകുന്നു, സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നാൽ വീണ്ടും ട്യൂഷൻ. പിന്നെ കുട്ടി വീട്ടിലേക്ക് കയറുന്നത് പലപ്പോഴും 7-8 മണിക്കാണ്. അത് കഴിഞ്ഞ് വന്നാൽ ഭക്ഷണം കഴിച്ച് വീണ്ടും സ്കൂളിലേക്കുള്ള ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞ് കിടക്കാൻ പോകുന്നത് ലേറ്റ് ആയിട്ടായിരിക്കും. ഇങ്ങനെ ഒരു ദിവസം ഒരു റിലാക്സേഷനും ഇല്ലാതെ മൈൻഡ് ഇങ്ങനെ ടൈറ്റായിട്ട് സ്ട്രെയിൻഡ് ആയിട്ട് പോകുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും നന്നായിട്ട് ഉറങ്ങാനോ പിറ്റേ ദിവസം ക്ലാസ് ശ്രദ്ധിക്കാനോ സാധിക്കില്ല. ഒരു ദിവസത്തെ ഒരു കുട്ടിയുടെ റുട്ടീനിൽ പഠിത്തം മാത്രം പോരാ, ആ കുട്ടിയുടെ മൈൻഡും ബോഡിയും റിലാക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കണം. ഒരു ഉദാഹരണത്തിന്, ആ കുട്ടിക്ക് ഓടിച്ചാടി കളിക്കാനുള്ള കുറച്ച് സമയം നമ്മൾ മാറ്റിവെച്ചു കൊടുക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള കുറച്ച് സമയം വേണം. ഒരുമിച്ച് ഇരുന്നൊന്ന് ഭക്ഷണം കഴിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ, അന്നുണ്ടായ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ, ചിരിക്കാൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ കുറച്ച് സമയം പഠന സമയം എന്തായാലും വേണം. അല്ലാതെ ഈ ട്യൂഷനും പഠിത്തവും മാത്രമായി കഴിഞ്ഞാൽ അവരുടെ മൈൻഡും ബോഡിയും ഒട്ടും തന്നെ റിലാക്സ്ഡ് ആയിരിക്കില്ല. അങ്ങനെയുള്ള കുട്ടിക്ക് ഒരിക്കലും പഠനത്തിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കില്ല. അവരുടെ മാർക്കൊക്കെ മോശമാവും. ഇത്തരത്തിൽ സ്കൂളിൽ ഉറക്കം തൂങ്ങുന്നു എന്നുള്ളൊരു കംപ്ലയിന്റും കേൾക്കേണ്ടതായിട്ട് വരും. യെസ്, അപ്പോൾ സ്വാമി ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ. അപ്പോൾ അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പാരൻസ് കൃത്യമായിട്ട് അത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ വളരെ ഊർജ്ജത്തോടു കൂടി എല്ലാ ദിവസവും സ്കൂളിൽ പോവുകയും മിടുക്കമായിട്ട് വരികയും ചെയ്യും. യെസ്, ഒരുപാട് പ്രേക്ഷകരുടെ കമൻറ്റ് വരുന്നു. അതിൻ്റെ ഇടയിൽ കാനപ്പള്ളി ലിൻസി ജോൺസൺ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഷോയ്ക്ക് വേണ്ടി മെസ്സേജ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മണികണ്ഠൻ പറയുന്നു, ഹലോ പ്രാപ്ര, ഗുഡ് മോർണിംഗ്. മണികണ്ഠൻ എവിടെ നിന്നാണ് ഗുഡ് മോർണിംഗ് പറയുന്നു? ജെയിംസ് ജോർജ് പറയുന്നു, KSEB ലോഡ് ഷെഡിങ് തുടങ്ങിയോ? ഇവിടെ ഇലക്ട്രിസിറ്റി പോയപ്പോൾ KSEB ഓഫീസിൽ വിളിച്ചപ്പോൾ അങ്ങനെയാണ് എന്ത് പറഞ്ഞത്, അങ്ങനെയാണ് പറഞ്ഞു തന്നത്. അത് എവിടെ നിന്നാണ്, ഇത് ഏത് സ്ഥലമാണ് എന്ന് ജെയിംസ് ഇട്ടിട്ടില്ല. ഇപ്പൊ ലോഡ് ഷെഡിങ് ഉണ്ടെന്ന് പറഞ്ഞു എന്നാണ്. ട്രിവാൻഡ്രത്താണ് സന്തോഷ് കുമാർ പറഞ്ഞു. ട്രിവാൻഡ്രം കഴക്കൂട്ടം കറണ്ട് പോയി, അങ്ങനെ പലയിടങ്ങളിലായി കറണ്ട് പോയി എന്നുള്ള വാർത്തകൾ പ്രേക്ഷകർ തരുന്നുണ്ട്. അത് നമുക്കൊന്ന് അന്വേഷിക്കാം, നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. അങ്ങനെ പരക്കി അങ്ങനെ കറണ്ട് പോകുന്നുണ്ടോ, അതൊരു പ്രശ്നമാണോ നോക്കാം. KSEB അധികൃതരുമായി ബന്ധപ്പെട്ട് നോക്കാം.